പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ ലെജൻഡർ പോളിനോമിയൽ പി എൻ ഓഫ് എക്സ് ഓഫ് ഡിഗ്രി എൻ? ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ ഇതും Z1/Z2 റിയലും ഇമാജിനറി പാർട്സും കണ്ടുപിടിക്കാൻ, ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്ത റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് ഡി മോയിവേഴ്സ് ഫോർമുല എഴുതാൻ, റൈറ്റ് ദ ഡി മോയിവേഴ്സ് ഫോർമുല. ഡി മോയിവേഴ്സ് ഫോർമുല എന്ന് വെച്ചാൽ ഫോർ എനി Z in C, for any complex number C, cos Z plus I sin Z whole raised to n equal to cos n Z plus I sin n Z. ഇതാണ് ഡി മോയിവേഴ്സ് ഫോർമുല. റിയൽ നമ്പറിൻ്റെ കേസിൽ എന്താണ്? ഫോർ റിയൽ നമ്പർ എക്സ് കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു കോസ് എൻ എക്സ് പ്ലസ് ഐ സൈൻ എൻ എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് I raised to 2i. I raised to 2i ഇവാലുവേറ്റ് ചെയ്യണം. ഇതിനെന്ന് വെച്ചാൽ നമുക്ക് ഐനെ പോളാർ ഫോമിലേക്ക് മാറ്റാം. ഐ എവിടെയായിട്ടുള്ള പ്ലെയിനിൽ? ഇവിടെയാണ് ഐ ഉള്ളത്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 1. ഈ ആംഗിൾ എത്രയാണ്? π/2. സോ ആർ എന്നുള്ളത് 1 ആണ്, തീറ്റ എന്നുള്ളത് π/4 ആണ്. അപ്പോൾ r e⁻i തീറ്റയാണ് പോളാർ ഫോം, അതായത് 1 e⁻i π/4, അതായത് e⁻i π/4. അപ്പോൾ 1ന് ഒരു എന്തെഴുതാം? e⁻i π/4 അല്ല, π/2 എന്ന് എഴുതാം. 90 ഡിഗ്രി അല്ലേ, അപ്പോൾ π/2 ആണ്. π/2 അപ്പോൾ ഐക്ക് പകരം e⁻i π/2 എന്ന് എഴുതാം. e⁻i π/2 ഹോൾ റേസ് ടു 2i. ഇനി എന്ത് ചെയ്യുക? 2i കൊണ്ട് ഇവിടെ പവറിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ e⁻i π/2 ഇൻറ്റു 2i. അപ്പോൾ 2 കട്ടായി പോകും. ബാക്കി എന്താ ഉള്ളത്? e⁻i² π, i ഇൻറ്റു i² പിന്നെ പൈ ഉണ്ട്. i² എന്താ? -1. അപ്പോൾ e⁻π എന്ന് വരും, അല്ലെങ്കിൽ 1/e⁻π. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് മൈനസ് y ഈക്വൽ ടു 0 ബൈ പവർ സീരീസ് മെത്തേഡ്. സോ വൈയുടെ ഫോർമുല എന്താണ്? y ജനറൽ ഫോം y ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x² plus a3x cube plus a4x raised to 4 plus etc. Then y dash equal to a1 plus 2a2x plus 3a3x square plus 4a4x cube plus etc. ഇനി y dash minus y equal to 0 ആണ് നമ്മളുടെ ഇക്വേഷൻ. y dash എന്താണ്? a1 plus 2a2x plus 3a3x square plus 4a4x cube plus etc. This is equal to minus y. y എന്താണ്? a0 plus a1x plus a2x square plus a3x cube plus etc.
equal to 0. Implies ഇതെല്ലാം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. നെഗറ്റീവ് അല്ലേ, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും? a1 പ്ലസ് 2a2x പ്ലസ് 3a3x സ്ക്വയർ പ്ലസ് 4a4x ക്യൂബ് പ്ലസ് എക്സെട്ര ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് പ്ലസ് എക്സെട്ര. ഇനി കോഎഫിഷ്യൻസ് ഇക്വേറ്റ് രണ്ട് സൈഡിലും. ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം a1, ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം a0. അപ്പോൾ a1 ഈക്വൽ ടു a0 എന്ന് കിട്ടും. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. 2a2ഉം a1ഉം. 2a2 ഈക്വൽ ടു a1 എന്ന് വെച്ചാൽ a2 ഈക്വൽ ടു a1/2. a1 എന്താണ്? a0 തന്നെ. അപ്പോൾ a0/2. ഇനി എക്സ് സ്ക്വയറിൻ്റെ ഇക്വേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. 3a3 ഈക്വൽ ടു a2. അതായത് a3 ഈക്വൽ ടു a2/3. a2 എന്താണ്? a0/2 ആണ്. അപ്പോൾ a0/2 ഹോൾ ഡിവൈഡ് ബൈ 3. അതായത് a0/3 ഇൻറ്റു 2. ഇനി എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 4a4 ഈക്വൽ ടു a3 എന്ന് കിട്ടും. അതായത് a4 ഈക്വൽ ടു a3/4. a3 എന്താണ്? a0/3 ഇൻറ്റു 2 ഹോൾ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു a0/4 ഇൻറ്റു 3 ഇൻറ്റു 2. നമുക്ക് ഇതിനെ എന്തെഴുതാം? a0/2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതിനെ a0/3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതിനെ a0/4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ y എന്താവും? y ഈക്വൽ ടു a0 പ്ലസ് a1 അല്ലേ? a1ൻ്റെ വാല്യൂ എന്താ? a1 a0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ a0 x പ്ലസ് a2x സ്ക്വയർ. a2ൻ്റെ വാല്യൂ a0/2 ഫാക്ടോറിയൽ. അപ്പോൾ a0/2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് a0/3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് a0/4 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് എക്സെട്ര. ഇനി എന്ത് ചെയ്യുക? a0 കോമൺ ആണ്, പുറത്തേക്ക് കൊണ്ടുവരിക. ഈക്വൽ ടു a0 ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ/2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ്/3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 4/4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഈ സീരീസ് ഇ റൈസ് ടു എക്സിൻ്റെ സീരീസാണ്. അതിന് പകരം ഇ റൈസ് ടു എക്സ് എന്ന് എഴുതാം. ദെർഫോർ ദ general solution of the differential equation is y equal to a0 e raised to x. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇക്വേഷൻ z raised to 4 plus 4 equal to 0. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് വീഡിയോസ് ചെയ്യുക. ചെക്ക് ദ അനലിറ്റിസിറ്റി ഓഫ് i/z raised to 5. ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. വെരിഫൈ ദാറ്റ് u ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ ഈസ് ഹാർമോണിക് ഓർ നോട്ട് ഇൻ ദ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ ആൻഡ് ഫൈൻഡ് എ കോൺജുഗേറ്റ് ഹാർമോണിക് ഫംഗ്ഷൻ v ഓഫ് u. ഓൾസോ ഫൈൻഡ് ദ കറസ്പോണ്ടിങ് അനലിറ്റിക് ഫംഗ്ഷൻ f ഓഫ് z. അപ്പോൾ ഈ u എന്നുള്ള ഫംഗ്ഷൻ ഹാർമോണിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഹാർമോണിക് ആണെങ്കിൽ ഒരു ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ ഇതിൽ നിന്ന് കിട്ടുന്നൊരു അനലിറ്റിക് ഫംഗ്ഷനും എഴുതണം, f ഓഫ് z എന്ന് പറയുന്ന. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളെ ഫംഗ്ഷൻ u ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ. ഇപ്പോൾ ഹാർമോണിക് ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം u(x)ഉം u(y)y വേണം അല്ലേ. സോ ux എന്താണ്? ux എന്ന് വെച്ചാൽ 2x. ux എന്തായിരിക്കും? 2. അതുപോലെ uy ഈക്വൽ ടു മൈനസ് 2y മൈനസ് 1. uyy എന്താണ്? മൈനസ് 2. ഓക്കെ, അപ്പോൾ uxx ആൻഡ് uyy രണ്ടും കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആണ്. uxx ആൻഡ് uyy ആർ കണ്ടിന്യൂസ് ഫങ്ഷൻസ്. ഇനി എന്താ വേണ്ടത്? uxx uyy കണ്ടിന്യൂസ് ആവണം. അത് ലാപ്ലസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം.
അപ്പോഴാണ് ഹാർമോണിക് ആവുന്നത് അല്ലേ. അതായത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ 0 ആയിരിക്കണം. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ എന്താണ് 2 പ്ലസ് -2 ഈക്വൽ ടു 0. Therefore u satisfies the Laplace's equation. Therefore u is harmonic. അപ്പോൾ യു ഹാർമോണിക് ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. ലെറ്റ് വി ബി ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു. ദെൻ നമുക്കെന്തറിയാം, ഇത് രണ്ടും കൂടി കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് യു എക്സ് എന്താണ് ഇവിടെ അറിയാം, യു എക്സ് 2x ആണ്. ഓക്കെ, യു വൈ -2y -1 അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, യു എക്സ് ഈക്വൽ ടു വി വൈ ഇംപ്ലൈസ് യു എക്സിന് പകരം എന്ത് എഴുതാം, 2x ഈക്വൽ ടു വി വൈ. അതായത് വി വൈ ഈക്വൽ ടു 2x. ഇനി യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് വെച്ചാൽ യു വൈ എന്തായിരുന്നു, യു വൈ എന്ന് വെച്ചാൽ -2y -1 അത് ഈക്വൽ ടു മൈനസ് വി എക്സ് ഓർ വി എക്സ് ഈക്വൽ ടു 2y + 1. അപ്പോൾ വി എക്സും യു എക്സും കിട്ടി. ഇത് 1ഉം ഇത് 2ഉം എടുക്കുക. ഇനി ഇക്വേഷൻ 2 നമുക്ക് എന്ത് ചെയ്യാം, 2 ഇംപ്ലൈസ് അല്ലെങ്കിൽ 1 ഇംപ്ലൈസ് തന്നെ എടുക്കാം. 1 ഇംപ്ലൈസ് വി വൈ ഈക്വൽ ടു 2x അല്ലേ. ഇനി ഇവിടെ നിന്ന് y കളയാൻ എന്ത് ചെയ്യണം, ഇത് ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ്. അപ്പോൾ ഇത് y കളഞ്ഞ് v കിട്ടാൻ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു y. ഓക്കെ, അപ്പോൾ 2xനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 2x ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, y ഇല്ല. അപ്പോൾ എന്ത് കിട്ടും, v ഈക്വൽ ടു 2x ഇൻറ്റഗ്രൽ dy. ഓക്കെ, അപ്പോൾ v ഈക്വൽ ടു 2x y എന്ന് കിട്ടും. ഇൻറ്റഗ്രൽ dy y ആണ് പ്ലസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ y അല്ലാത്ത എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സും ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് എഴുതേണ്ട അനുപകരം ഫൈ ഓഫ് എക്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എക്സ് മതി ഇതിൽ എഴുതുക. സോ v ഈക്വൽ ടു 2xy പ്ലസ് ഫൈ ഓഫ് എക്സ് എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം, നമുക്കറിയാവുന്ന കാര്യം വി എക്സ് നമുക്കറിയാം അല്ലേ. അപ്പോൾ വി എക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വി എക്സ് വരും, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. ഓക്കെ, ബാക്കി 2y കോൺസ്റ്റൻറ്റ്. അപ്പോൾ 2y പ്ലസ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഡാഷ് 5-x ഇങ്ങനെ കിട്ടും. ഇനി വി എക്സിൻ്റെ വാല്യൂ എന്താ, വി എക്സിൻ്റെ വാല്യൂ 2y + 1 ആണ്. അപ്പോൾ വി എക്സിന് പകരം 2y + 1 എന്ന് എഴുതാം. 2y + 1 ഈക്വൽ ടു 2y + 5-x എന്ന് കിട്ടും. 2y കട്ട് ചെയ്യുക, അപ്പോൾ എന്ത് വരും, 5-x ഈക്വൽ ടു 1 എന്ന് വരും. ഇനി 5 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഫൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും, അപ്പോൾ ഡാഷ് പോവും. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 dx. അതായത് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് സി. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് എക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഫൈ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തിലേക്ക് കൊടുക്കുക, വിയിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വി ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം.
therefore v equal to 2xy plus x plus c. ഇതാണ് നമ്മളുടെ ഹാർമോണിക് കോഞ്ചുഗേറ്റ്. which is the harmonic conjugate of u. ഇനി എന്താ വേണ്ടത്? the corresponding analytic function. ഓക്കെ, അതെങ്ങനെയാണ്? the corresponding analytic function is given by f of z equal to u plus iv അല്ലേ? u plus iv എന്നാണ് ഫംഗ്ഷൻ്റെ ഫോം. ഇതിൽ u എന്താണ്? x സ്ക്വയർ മൈനസ് y സ്ക്വയർ മൈനസ് y പ്ലസ് i ഇൻറ്റു v. v എന്താ? 2xy പ്ലസ് x പ്ലസ് c. ഇനി നമുക്ക് ഇത് സെറ്റിൻ്റെ ഫോമിലേക്ക് ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം? നമുക്ക് ബ്രാക്കറ്റ്സ് എല്ലാം മാറ്റാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ പ്ലസ് 2xiy എന്ന് എഴുതാമല്ലോ. ഇതിന് ഓർഡർ മാറ്റിയിട്ട് ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 2xiy പിന്നെ പ്ലസ് ix പ്ലസ് ic. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഈ 2xiy ഒരുമിച്ച് എഴുതാം. ആദ്യം എക്സ് സ്ക്വയർ എഴുതാം, പിന്നെ 2xiy എഴുതാം, പിന്നെ ഈ മൈനസ് വൈ സ്ക്വയർ എഴുതാം, മൈനസ് വൈ സ്ക്വയർ. ബാക്കിയുള്ള എന്തൊക്കെയാണ്? പിന്നെ ഇവിടെ ഒരു ix ഉണ്ട്, ഇവിടെ ഒരു മൈനസ് വൈ ഉണ്ട്, മൈനസ് വൈയും ix എഴുതുക. പിന്നെ ഇവിടെ ഒരു ic, ഒരു കോൺസ്റ്റൻ്റ് എന്ന് എഴുതിയാലും മതി, ഈക്വൽ ടു. ഇനി നമുക്കിത് ഇസെറ്റിൻ്റെ ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, എക്സ് പ്ലസ് iy എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. സോ 2x ഇൻറ്റു iy, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഐ സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് 1 പകരം ഐ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഐ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും, അതായത് iy ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? അവിടെയും നമുക്ക് എന്ത് എഴുതാം? ഐ സ്ക്വയർ വൈ എന്ന് എഴുതാം, പ്ലസ് ix പ്ലസ് ic. ഇനി ഇതെന്ത് ഫോമിലായി? ഇപ്പോൾ ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലായി. ഇതിന് നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, അതായത് എക്സ് പ്ലസ് iy ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ഐ കോമൺ ആണ്, ഐ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്തെഴുതാം? iy പ്ലസ് എക്സ് എന്ന് എഴുതാം, അതായത് എക്സ് പ്ലസ് iy ഹോൾ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു തിരിച്ചെഴുതാം അങ്ങോട്ടും ഇങ്ങോട്ടും, എക്സ് പ്ലസ് iy എന്നും, എക്സ് പ്ലസ് iy പ്ലസ് ic. ഇനി എക്സ് പ്ലസ് iy എന്ന് വെച്ചാൽ ഇസെറ്റ് ആണ്, അപ്പോൾ ഇസെറ്റ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് iy ഇസെറ്റ് പ്ലസ് ic. ഇതാണ് ഫംഗ്ഷൻ. therefore the required analytic function is f of z equal to z square plus iz plus ic. അല്ലെങ്കിൽ ഒരു k എഴുതിയാലും മതി, കുഴപ്പമില്ല.